ഇതാണ് മോട്ടോർ ഷീൽഡ് ലൈബ്രറിയുടെ ഒരു മോട്ടോർ ഷീൽഡ് വെച്ചിട്ടുള്ള നമ്മുടെ മോട്ടറിൻ്റെ മോട്ടർ കറക്കുന്നത്. ഇത് മോട്ടർ AF മോട്ടർ എന്നുള്ള ലൈബ്രറിയാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. അത് നമുക്ക് ആവശ്യമായിരിക്കും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം റെക്കോർഡിലുണ്ട്. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ മോട്ടർ 4 സെലക്ട് ചെയ്യണം. AF_DC മോട്ടർ 4. ഇതിൽ നമുക്ക് 4 സ്ഥലത്ത് കണക്ഷൻസ് കൊടുക്കാം. ഒരെണ്ണം M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ട് 4 മോട്ടറോട് കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ M4ലാണ് ഇപ്പോൾ ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് 2 വയർ വെച്ചിട്ട്. അത് കാരണം മോട്ടർ 4 സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ കിലോ ഹെഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്ങനെ മതി. അത് അതിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് 4 മാത്രം കൊടുത്താൽ മതി. പിന്നെ മോട്ടറിൻ്റെ സെറ്റ് സ്പീഡ് 255 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 200 വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊറ്റ കമാൻഡേ ഉള്ളൂ, മോട്ടോർ ഡോട്ട് റൺ. ഇവിടെ മോട്ടോർ ഡോട്ട് സെറ്റ് സ്പീഡ്, ഇവിടെ മോട്ടോർ ഡോട്ട് റൺ ഫോർവേഡ്. ഇതാണെങ്കിൽ റിലീസ് ബാക്ക്വേഡ്. അതായത് ഫോർവേഡ് പോയി കുറച്ച് നേരം 5 സെക്കൻഡ് ഫോർവേഡ് പോയി, പിന്നെ സ്റ്റോപ്പ് ചെയ്തു. 5 സെക്കൻഡ് നേരത്തേക്ക് കറങ്ങിക്കൊണ്ടിരുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്തു. 1 സെക്കൻഡ് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ബാക്ക്വേഡ് കറങ്ങി. ഇതെല്ലാം ഒറ്റ കമാൻഡ്. മോട്ടോർ ഡോട്ട് റൺ ഫോർവേഡ്, മോട്ടോർ ഡോട്ട് റൺ റിലീസ്, മോട്ടോർ ഡോട്ട് റൺ ബാക്ക്വേഡ്. അതിൻ്റെ ഇടയിൽ എല്ലാം ഡിലേ ഉണ്ടെന്ന് മാത്രം. ഏറ്റവും എളുപ്പമുള്ള സംഭവമാണിത്. പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കറങ്ങണമെന്നില്ല. കാരണം ഇതിൻ്റെ പവർ നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുക്കുന്നില്ല. എക്സ്റ്റേണൽ പവർ ഇതിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് കറങ്ങണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതങ്ങ് കറങ്ങിക്കോളും. പിന്നെ 5 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ ഇങ്ങോട്ട് 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങോട്ട് കറങ്ങിക്കോളും. പിന്നെ വീണ്ടും ഗിയർ മോട്ടർ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മോട്ടോർ ഷീൽഡിൻ്റെ. ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ. മോട്ടോർ ഷീൽഡ് ഇതിന് പുറത്ത് ഇങ്ങനെ വെറുതെ ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ആ പൊസിഷൻ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അപ്ലോഡ് ആവില്ല.